അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, തന്റെ മക്കളെ അദബ് പഠിപ്പിക്കാൻ, തന്റെ മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കാൻ പടച്ചവനെ വീട്ടിലൊരു വടിയെടുത്ത് വെക്കുന്ന വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു വടി എടുത്തു വെച്ചോ, രക്ഷപ്പെടും. രണ്ട് സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങല്ലേ, നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബഹിക്ക് ശേഷം ഉറങ്ങാൻ നല്ല സുഖമാ, സുബഹിക്ക് ശേഷം കിടന്നുറങ്ങാൻ നല്ല സുഖവാ. ഉറങ്ങല്ലേ, ഇസ്റാഖിന്റെ സമയം വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങല്ലേ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, നാലാമത്തെ പ്രതിഫലമാണ് ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഗതി അല്ലാഹു നിനക്ക് തരില്ല. നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ പടച്ചവൻ നിനക്ക് ഭക്ഷണം തരുമെന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ അർശഹൃദയത്തിനകത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന, അല്ലാഹുവിന്റെ സിംഹാസനം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന അടിമയുടെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവേ, അവന് മരണത്തിന് വല്ലാത്ത ഇഷ്ടമോ? എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോ ഇതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ടുവയ്യ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതിയെന്ന് ആഗ്രഹിക്കുന്നവനല്ല. രോഗങ്ങൾ പിടിപെട്ടിട്ട് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുമ്പോ ഒന്ന് മരിച്ചാ മതി പടച്ചവരെ എന്ന് ആഗ്രഹിക്കുന്നവനല്ല. പടച്ചവരെ, അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്ന ആഗ്രഹത്തോട് മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, മരിച്ചാലല്ലേ അല്ലാഹുവിനെ കാണാൻ പറ്റൂ എന്ന ചിന്തയോടുകൂടി മരണത്തെ ആഗ്രഹിക്കുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിൽ പോകണമെന്നല്ല, ഹജ്ജിന് പോകണമെന്നല്ല, ഉംറയ്ക്ക് പോകണമെന്നല്ല, റൗളാ ശരീഫിന്റെ മുറ്റത്ത് പോകണമെന്നല്ല. അലാ മനസ്സിന്റെ ഉള്ളിൽ ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവേ, മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഞാനും നിങ്ങളും ഈ പാതിരാത്രി ഇവിടെ വന്നിരുന്ന് വഅദ് പറയുന്നതും വഅദ് കേൾക്കുന്നതും നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും എന്ത് ചെയ്താലും ആഗ്രഹിക്കുന്നത് അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, റമദാൻ മാസം മുഴുവനും പടച്ചവരെ നോമ്പ് പിടിച്ച് നിസ്കരിച്ച് തറാവീഹ് നിസ്കരിച്ച് പടച്ചവനെ തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്റുകൾ പറഞ്ഞ് സദഖകൾ കൊടുത്തു പാതിരാത്രി പടച്ചവന്റെ പള്ളിക്കകത്ത് ഇത്തികാഫിരുന്ന എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാർ, റമദാൻ കഴിഞ്ഞതോടുകൂടി പിന്നെ പള്ളിയിൽ ആളില്ലല്ലോ, നമസ്കരിക്കാൻ ഏത് പള്ളിയിലാ ആളുള്ളത്? പടച്ചവനെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയല്ലോ. ഇമാമും മുഅദ്ദിനും പിന്നെ കുറച്ച് പ്രായമുള്ള ഉപ്പമാര്, അവരല്ലാതെ ആരുമില്ലല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പോകണ്ടേ പൊന്നുപോര്? ഒറ്റയ്ക്ക് ആറടി മണ്ണിനകത്ത് പോയി കിടക്കണ്ടവരാ. പടച്ചവനെ, ആരും നിന്റെ കൂടെ വരില്ലല്ലോ. നിനക്ക് ജന്മം തന്ന വാപ്പ വരൂല, നൊന്ത് പ്രസവിച്ച ഉമ്മ വരൂല, കൂടെ കിടന്ന് സുഖിക്കുന്ന ഭാര്യ വരൂല, നിന്റെ രക്തത്തിൽ പിറന്ന് നിന്റെ മക്കള് വരൂല, നിന്റെ കൂടെ പിറപ്പ് വരില്ല, കൂട്ടുകാര് വരില്ല. ഒറ്റയ്ക്ക് ഇവിടത്തെ പള്ളിക്കാട്ടിൽ കൊട്ടാരം പോലെയുള്ള വീട് കളഞ്ഞിട്ട് പച്ച മണ്ണിനകത്ത് പോയി കിടക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ നിനക്കുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അടാ, ഒരിക്കലും കൈവിടാത്തവർ കൂട്ടുകാരനെ പറഞ്ഞു തരാ. ആര് കൈയിടിഞ്ഞാൽ മരിക്കാൻ കിടക്കുന്ന സമയത്തിൽ ആ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആള് വേണ്ട, നിന്നെ ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. പടച്ചവനെ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് എല്ലാവരും പോയിരുന്നിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്
അവിടെന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആരും നിനക്ക് പറഞ്ഞു തരണ്ടടോ. അസ്രായീൽ അലൈഹിസ്സലാമിന്റെ നെറ്റിത്തലത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറക്കടോ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പൊന്നുമോനെ, അസ്രായീലിന്റെ കൂടെ കൂടിക്കോ. ഏറ്റവും നല്ല കൂട്ടുകാരനാണടോ. മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള മോഹമുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവേ ശുഹദാക്കളും പ്രവാചകന്മാരും മുഴുവനും കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ കൊട്ടാരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ കാണുന്ന കൊട്ടാരമുണ്ടല്ലോ, അത് പ്രവാചകന്മാർക്കുള്ളതല്ല, അത് ശുഹദാക്കൾക്കുള്ളതല്ല. എല്ലാവരും ആ കൊട്ടാരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാ. റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പിന്നെ ഈ കൊട്ടാരം ആർക്കുള്ളതാ നബിയേ? പിന്നെ ഈ കൊട്ടാരം ആർക്കുള്ളതാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരുണ്ടല്ലോ, അള്ളാഹിന് വേണ്ടി പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട്. എല്ലാ ദിവസവും നിന്നെ കാണുമ്പോ എടാ ഇന്ന് സുബഹി നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? എടാ ഇന്ന് നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ബക്കത്ത് കളയാക്കിയോ? നീ ഇന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടുകാരനുമില്ല. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അസ്രായീലിനെ കൂട്ടുകാരനാക്കിക്കോ. അസ്രായീലിന്റെ പേര് കേൾക്കുന്നത് പോലെ പേടിയല്ലോ, അസ്രായീലിന്റെ പേര് കേൾക്കുന്നത് പോലെ പേടിയല്ലോ. എന്തിനാ പേടിക്കുന്നത്? റൂഹ് പിടിക്കാൻ മാത്രമല്ല അസ്രായീൽ വരുന്നത്. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അസ്രായീലിനെ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? നാളെ കാണാമടാ പൊന്നുപോര്. വേണമെന്ന് വെച്ചാ നാളെ രാവിലെ നിനക്ക് കാണാൻ കഴിയും ചെറുപ്പക്കാരാ. നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അസ്രായീലിനെ കാണാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് വയത് കഴിഞ്ഞ് പിരിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പടച്ചവരെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ ഇടയത്താഴം കടിക്കാ റമദാനിൽ എഴുന്നേറ്റപ്പോ കേട്ടതാ. പിന്നെ ഒരാഴ്ച ഈ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാത്ത ചെറുപ്പക്കാരുണ്ട്. പൊന്നുമോനെ, നാളെ രാവിലെ അലാറം വെച്ചിട്ട് എഴുന്നേക്കണമടാ. റൂഹ് പിടിക്കാൻ വരുന്ന നിന്റെ കൂട്ടുകാരനെ കാടോ. അസ്രായീൽ എന്ന മലക്കിനെ കാണാൻ ആഗ്രഹമുണ്ടോ? രാവിലെ എഴുന്നേക്കണം പൊന്നുമോര്. എന്നിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അല്ലാഹുവേ ഇവിടത്തെ പള്ളിയിലേക്ക് നടക്കുകയാണ്, ഇവിടത്തെ പള്ളിയിലേക്ക് നടക്കുകയാ. ഈ ഒരുമിച്ച് കൂടിയ ഓരോ ചെറുപ്പക്കാരനും നാളെ രാവിലെ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഇവിടത്തെ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് വെളിയിലെ പൈപ്പിൽ നിന്ന് ഉളവെടുക്കുകയാണ്. എന്നിട്ട് സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ പള്ളിക്കകത്തേക്ക് കടക്കുമല്ലോ. വലത് കാല് വെച്ച് കയറുമല്ലോ, വലത് കാല് വെച്ച് കയറുമല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക്, അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് സുബഹി നമസ്കരിക്കാൻ വലത് കാലെടുത്ത് പള്ളിക്കകത്തേക്ക് വെക്കുമ്പോ ഒന്ന് കണ്ണ് തുറന്ന് നോക്കടാ പൊന്നുപോരെ, ഒന്ന് കണ്ണ് തുറന്ന് നോക്കടാ ചെറുപ്പക്കാരാ. നിൽക്കുന്നുണ്ടടാ ചിരിക്കുന്ന മുഖത്തോട് വെള്ള വസ്ത്രം ധരിച്ചു പള്ളിയുടെ കവാടത്തിൽ നിന്നെയും കാത്ത് നിൽക്കുകയാ. പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുന്ന നിന്നെ സലാം പറഞ്ഞിട്ട് അസ്രായീൽ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, മോരെ ഈ നമസ്കാരം മരിക്കുവോളം നിലനിർത്തടൂ, ഈ നമസ്കാരം മരിക്കുവോളം നിലനിർത്തടൂ. അല്ലാഹുവേ നിലനിർത്തിയാ എന്നെ ഇതുപോലെ കാണാമോനെ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ജീവിതത്തിന്റെ അവസാന ദിവസമുണ്ടല്ലോ, ആ ദിവസം എന്നെ ഇതുപോലെ നിനക്ക് കാണാൻ കഴിയുമെന്ന് പള്ളിയിലെ നമസ്കരിക്കാൻ പോകുന്ന ഓരോ ആണിനെയും കെട്ടിപ്പിടിച്ചിട്ട് മലക്കുൽ മൗത്ത് ഓരോ ദിവസവും 5 പ്രാവശ്യം പറയുമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ
എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നമസ്കരിക്കാൻ മടിയാ. പടച്ചവന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ റോഡിലൂടെ നടക്കുന്നവരുണ്ടല്ലോ, പള്ളിയുടെ മുന്നിലൂടെ നടക്കുന്നവരുണ്ടല്ലോ, പള്ളിയുടെ ചാരത്തുള്ള കടക്കകത്തിരിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പൊന്നുമോരെ, രക്ഷപ്പെടില്ലടാ. മലക്കുൽ മൗത്ത് നിന്റെ കടയുടെ മുന്നിലോ നിന്റെ വീടിന്റെ മുന്നിലോ വന്നിട്ട് പറയുന്ന പടച്ചവനെ മറന്നുകൊണ്ടിരുന്നോടാ. അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദികേട് കാണിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ വരുമടാ, ഒരു ദിവസം ഞാൻ വരുമടാ. അന്ന് എന്നെ കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൃഗങ്ങളെ ചാകുന്നത് പോലെ ചാകാ തയ്യാറെടുത്തു എന്ന് അസ്റായിൽ ഇന്നത്തെ ദിവസം 5 പ്രാവശ്യം പലരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ദ റഅസ് റജുലിൻ മിനൽ അൻസാർ, സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നവര് ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുകയാ. മരണത്തോട് മല്ലടിക്കുന്ന ചെറുപ്പക്കാർ റസൂലുള്ള തലയുടെ ഭാഗത്ത് നിൽക്കുമ്പോ അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവേ, എന്തൊരു കോലമെന്നറിയുവോ, എന്തൊരു ഉയരമെന്നറിയുവോ. പടച്ചവരെ, തീപന്തം ശരീരത്തിൽ നിന്ന് നാവിലൂടെ പടച്ചവരെ തീയാട് ഭയാനകമായ രൂപത്തിൽ മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാ. റസൂലുള്ള പേടിച്ച് കരഞ്ഞു പോയി, കൈകാല് തളർന്നു പോയി. അല്ലാഹുവിന്റെ റസൂല് വിറച്ചുകൊണ്ട് ചോദിച്ചു, അസ്റായീലേ, ഇതെന്ത് രൂപമാ അസ്റായീൽ, ഇതെന്ത് കോലമാ അസ്റായീൽ, എന്തൊരു ദുർഗന്ധമാ അസ്റായീൽ, കണ്ടിട്ട് പേടി തോന്നുന്നല്ലോ അസ്റായീൽ. നിനക്കൊന്ന് നല്ല രീതിയിൽ വന്നുകൂടെ, നിന്റെ നല്ല രൂപത്തിൽ വന്നുകൂടെ. ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ, ഈ കിടക്കുന്നത് ഒരു മുസ്ലിമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ ചോദിക്കുമ്പോ മലക്കുൽ മൗത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇവനൊരു പരിഗണനയുമില്ല, ഇവനോടൊരു സ്നേഹവുമില്ല, ഇവനോടൊരു കരുണയുമില്ല, ഇവനോടൊരു പരിഗണനയും കാണിക്കില്ല. ആര് പറഞ്ഞാൽ ഇവനോട് ഞാനൊരു സ്നേഹവും കാണിക്കില്ല. കാരണം എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, നബിയേ, ഓരോ ദിവസം 5 പ്രാവശ്യം ഇവനോട് ഈ ദിവസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തതാ നബിയേ. ഇവൻ അനുസരിച്ചില്ല, ഇവൻ നന്നായില്ല, ഇവൻ എന്നെ കളിയാക്കിയവരാ, ഞാൻ പറഞ്ഞപ്പോ പുച്ഛിച്ച് തള്ളിയവനാ. അതുകൊണ്ട് ഇവനോടൊരു പരിഗണനയുമില്ല. ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ, ഇവന്റെ അടുക്കൽ നിൽക്കല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഇവന്റെ അടുക്കൽ നിന്നൊന്ന് മാറിപ്പോകുവോ, ഇവന്റെ അടുക്കൽ നിന്നൊന്ന് മാറിപ്പോകുവോ. അല്ലാഹുവിന്റെ പ്രവാചകര് കരഞ്ഞുകൊണ്ടിറങ്ങി പോവുകയാണ്. റസൂലുള്ള വേദനിക്കുന്ന മനസ്സോടെ ഇറങ്ങുകയാണ്. ഈ ഇറങ്ങിപ്പോകുന്ന വഴിയില് വീടിന്റെ വെളിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അസ്റായീലേ, ഈ ലോകത്താരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ഈ ലോകത്താരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ആരുടെയെങ്കിലും റൂഹ് പിടിക്കാൻ പോകുന്ന സമയത്ത് നീയൊന്ന് പുഞ്ചിരിക്കുമോ അസ്റായീൽ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ, എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് നബിയേ. അവന്റെ റൂഹ് പിടിക്കാൻ പോകുന്നത് എങ്ങനെയെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായിക
മലായികതി തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അസ്റായിലിന്റെ കൂട്ടുകാരന്റെ റൂഹ് പിടിക്കാർ, 5 നേരം കളയാകാതെ നിസ്കരിക്കുന്നവന്റെ റൂഹ് പിടിക്കാർ. അസ്റായിൽ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്നിട്ട് അവിടുന്ന് പറയുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. അവിടുന്ന് സലാം പറയുകയാ. വെള്ള വസ്ത്രം ധരിച്ചു പടച്ചവനെ തന്റെ കൂടെ വരുന്ന മലക്കുകൾ മുഴുവനും വീടിന്റെ കവാടത്തിൽ നിന്ന് സലാം പറയുകയാണ്. അകത്തേക്ക് കിടന്നു റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കുന്നില്ലല്ലോ, കിടന്ന് കരയുകയാണല്ലോ. മരണവേദന വല്ലാത്ത വേദനയാണല്ലോ. റസൂലുള്ള പോലും വേദനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കടന്ന് കരയുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ, അസ്റായിൽ ചോദിക്കുന്നു, എന്തിനാടാ കരയുന്നത്? എന്തിനാ നീ കിടന്ന് കരയുന്നത്? എന്തിനാ നീ കിടന്ന് വിളിച്ചു പോകുന്നത്? നിന്നെ കൊണ്ട് വേദന സഹിക്കാൻ കഴിയുന്നില്ലേ? എങ്കിലും നോക്കടാ, നിനക്ക് നിന്റെ പ്രതിഫലം കാണണ്ടേ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. പടച്ചവന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ രോഗം പിടിച്ചിട്ടും പോയി നിസ്കരിച്ച വാപ്പാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടത്തിൽ നിന്റെ കൂട്ടുകാര് പള്ളിയിൽ കയറാതെ കളിക്കാ വിളിക്കുമ്പോ, പൊന്നുമോനെ എനിക്കെന്റെ റബ്ബാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നു നമസ്കരിച്ച ചെറുപ്പക്കാരാ, കാണാമടാ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പൊട്ടിക്കരയുമ്പോ അസ്റായിൽ ചോദിക്കുകയാ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ കടന്ന് വിളിച്ചു പോകുന്നത്? മോനെ കാണണ്ട്, നിനക്ക് കിട്ടുന്ന പ്രതിഫലം കാണണ്ട്, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം കാണണ്ട്. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ. സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിക്കുന്ന സമയം സ്വർഗം കാണാനുള്ള ഭാഗ്യവാ. റബ്ബേ, റസൂലുള്ള പറയുകയാണ്, ശൈത്താന് വല്ലാത്ത കോപമാ, ശൈത്താന് വല്ലാത്ത കോപമാ. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു മുസ്ലിം മരിക്കുമ്പോ പടച്ചവരെ ശൈത്താന് വല്ലാത്ത ദേഷ്യവാ. അനുചരന്മാര് ചോദിക്കുന്നു, യാ സയ്യിദനാ, ഞങ്ങളുടെ നേതാവേ, എന്തേ ഇത്ര കോപമെന്ത്? അവിടെന്ന് പറയുന്നു, ഇത്ര നാള് നിങ്ങൾ അവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചതിൽ കാര്യമില്ല, ഈ അവസാന സമയമുണ്ടല്ലോ, അവനെ ഒന്ന് പിടപ്പിക്കാൻ കഴിയുമോ? ഇനി അവസരമില്ല, ഇനി അവസരമില്ല, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പിടപ്പിക്കാൻ കഴിയുമോ? അല്ലാഹുവേ, ലഅനത്താക്കപ്പെട്ടവൻ ഇറങ്ങി വരികയാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില്, മരിച്ചുപോയ വാപ്പയുടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, കയ്യിൽ വെള്ളവും പിടിച്ചിട്ട് ഇടത് സൈഡിൽ അടുത്ത് വന്ന് നിന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, പൊന്നുമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയല്ലേ മോനെ, പറഞ്ഞാ നീ നഷ്ടപാളിയാ. എടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, നിന്റെ വാപ്പയാ പറയുന്നത്, നിന്റെ ഉമ്മയാ പറയുന്നത്, കുടിക്കാ വെള്ളം തരാമടാ എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കപ്പെട്ടവൻ നമ്മളെ ചതിക്കാൻ നോക്കുമ്പോ റസൂലുള്ളയോട് അസ്റായിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, 5 നേരം നിസ്കരിച്ച എന്റെ ആത്മാർത്ഥ സുഹൃത്തുണ്ടല്ലോ, എന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അവന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചൂരുന്നതിന് മുമ്പ് അസ്റായിൽ പറഞ്ഞു തരും, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അസ്റായിൽ പറഞ്ഞു തരും ചെറുപ്പക്കാരാ, അസ്റായിൽ പറഞ്ഞു തരും. ഒന്ന് പറയടാ പൊന്നുമോരെ, പറയടാ പൊന്നുമോരെ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. മോനെ ഞാൻ ആരെന്നറിയുവോ? നിന്റെ ആത്മാർത്ഥ സുഹൃത്താടാ, ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാണടാ. ഒന്ന് പറ മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ അസ്റായിൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആരും പറഞ്ഞു തരാൻ വേണ്ട, ഒന്നീ നിനക്ക് അസ്റായിൽ പറഞ്ഞു തരും, അല്ലെങ്കിൽ അസ്റായിലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ട് മരിക്കാൻ പറ്റും. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട. നല്ലൊരു കൂട്ടുകാരനാ, കൂടിക്കോ, അസ്റായിലിന്റെ കൂടെ കൂടിക്കോ, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറാനുള്ള വഴിയാ. അല്ലാഹു നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല, നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല. നിസ്കരിച്ചാൽ നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അർശ് ഹൃദയത്തിനകത്ത് ചുമന്നുകൊണ്ട് നടക്കുന്ന അടിമയുടെ രണ്ടാമത്തെ അടയാളം അവന് മരണത്തെ ഇഷ്ടമാണെന്ന് നബിയനാ റസൂലുള്ളാഹി, നബിയനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാർ. നിർത്താറായോ? ഇടയ്ക്ക് ഇവിടെ എന്തോ തിന്നാൻ എന്തോ കൊടുത്ത്, എന്താ കൊടുക്കാനുണ്ട്? എന്താടെ കൊടുത്തേ? വാത് കേൾക്കാൻ വന്നവർക്ക് ബിസ്ക്കറ്റ് എല്ലാം ഉണ്ട്, വാത് പറയണവന് പച്ചവെള്ളം പോലും ഇല്ല. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാര. ബിസ്ക്കറ്റൊക്കെ തിന്ന്, കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്വർഗത്തിൽ പോയി തിന്നോളാം. സ്വർഗത്തിൽ ആദ്യമായിട്ട് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം ഏതാ? സ്വർഗത്തിൽ ആദ്യമായിട്ട് തിന്നാൻ കൊടുക്കണ ഭക്ഷണം അറിയോ? അറിയോ? നല്ല മീനിന്റെ കരള. അള്ളാഹു തിന്നാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് തിന്നോ, ഞാൻ അവിടെ പോയി മീനിന്റെ കരള് തിന്നോളാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അരമണിക്കൂറും കൂടെ ഇരുന്നോ, 11 മണി ഇൻഷാ അല്ലാഹ്. അരമണിക്കൂർ കൂടെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ അടയാളം വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് നിർത്താം. മൂന്നാമത്തെ അടയാളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്തുള്ള അടിമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹുവിനെ കണ്ടുമുട്ടലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം, എനിക്ക് അള്ളാഹിനെ കാണണം, വേറൊന്നുമില്ല. മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗത്തൊന്നും ഇല്ല. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അള്ളാഹുവിനെ കണ്ടുമുട്ടലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ നോക്കിയാൽ അള്ളാഹിനോട് ദുആ ചെയ്യും, പടച്ചോനെ നിന്റെ ലിഖാഹ് കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അള്ളാഹ് നിന്നെ കാണണമെന്ന് വല്ലാത്ത മോഹമുണ്ട്, അല്ലാഹ് ഭാഗ്യം തരണേ എന്ന് ദുആ ചെയ്യണം. അവന്റെ ഒരു മുസ്ലിമിന്റെ അള്ളാഹുവിന്റെ അർശ് ഹൃദയത്തിനകത്തുള്ള അടിമ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ പടച്ചവനെ, ഈ സദസ്സിൽ ഇരുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവെ നിന്റെ പരിശുദ്ധമായ കഅബ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഭാഗ്യം നൽകണേ റഹ്മാനെ, ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാവർക്കും ഒന്നും പറ്റൂല പോകാൻ. ഉംറയ്ക്ക് പോകാൻ എല്ലാരെ കൊണ്ടും പറ്റും, ഹജ്ജിന് പോകണമെങ്കിൽ എല്ലാരെ കൊണ്ടും പറ്റൂല. ഹജ്ജിന് പോകണമെങ്കിൽ എല്ലാരെ കൊണ്ടും പറ്റൂല. 27-ാം രാവിന്റെ അന്ന്, ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി തനസ്സലുൽ മലായിക, തനസ്സലുൽ മലായിക. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂജഹലിന്റെ മകൻ അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, തനസ്സലുൽ മലായിക. അതിന്റെ തഫ്സീർ എടുത്ത് നോക്കുമ്പോൾ കാണാം 27-ാം ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഈ വർഷം അല്ലാഹുവിന്റെ കഅബയിലേക്ക് എത്തേണ്ടവരുടെ പേര് ആ മലക്കുകൾ എഴുതിയെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അള്ളാഹുവിന്റെ ഭവനത്തിൽ പോകേണ്ടവരുടെ പേര് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എഴുതിയെടുത്തിട്ടുണ്ട്. അള്ളാഹു ആ പേരിൽ നമ്മുടെ പേരൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളൊക്കെ സഹായിക്കണം. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ വേണ്ട, ഇങ്ങനെ സഹായിച്ചാൽ മതി. ആരും പൈസ ഒന്നും തന്ന് സഹായിക്കണ്ട, ദുആ ചെയ്ത് സഹായിച്ചാൽ മതി. അള്ളാഹു നമ്മളെയൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ. ചിലരോട് ഹജ്ജിന് ഉംറയ്ക്ക് അല്ല പൈസയൊക്കെ ഉണ്ട്, ഉസ്താദന്മാര് ചോദിക്കും ഹജ്ജിനൊന്ന് പോകണ്ടേ, ഉംറയ്ക്കൊന്ന് പോകണ്ടേ? ആദ്യം പറയണ മറുപടി എന്തെന്ന് നോക്കണം, നമ്മൾ ചോദിക്കണം. ആരോടെങ്കിലൊക്കെ ചോദിക്കണം ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോ ചിലർ ആദ്യം പറയണ മറുപടി ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർത്തിട്ട് പോകാം. എന്താ പറയണ മറുപടി? പൈസ ഒക്കെ ഉള്ളവർ, കയ്യിലുള്ളവർ ആദ്യം ചോദിക്കുമ്പോ പറയണ മറുപടി, പടച്ചോനെ ഇത്തിരി ബാധ്യതകളൊക്കെ ഉണ്ട് ഉസ്താദ്, അതൊക്കെ തീർത്തിട്ട് പോകാന്ന്. പടച്ചോനെ ഖിയാമനാളായാലും ഓമക്കത്തെത്തൂല. കാരണം അവൻ ഖിയാമനാളായാലും എത്തു. കാരണം എന്താ? അവൻ ആഗ്രഹമില്ല. എന്നാ വാടക വീട്ടിലാ കഴിയുന്നേ. ഒരു പാവപ്പെട്ട വാപ്പയോട് ചോദിക്കണം, വാപ്പ മക്കത്ത് പോണ്ടേ? പോണ ഉസ്താദെ, വാടക കൊടുക്കാൻ പൈസ ഇല്ല വാപ്പപ്പെട്ടൻ്റെ കയ്യില്. ഒരു മാസത്തെ വാടക കൊടുക്കാൻ പൈസയില്ല. ആ മനുഷ്യനോട് മക്കയിൽ പോകണ്ടേ എന്ന് ചോദിച്ചാൽ ഉടനെ പറയണ മറുപടി, ഉസ്താദെ ആഗ്രഹമുണ്ട് ഉസ്താദെ, ആഗ്രഹമാണ് വേണ്ടത്. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. പരിശുദ്ധമായ കഅബയിൽ പോകാൻ പൈസ മുടക്കാൻ എല്ലാവർക്കും വലിയ മടിയാ. മക്കത്ത് പോകണം, മദീനത്ത് പോകണം എന്ന് പറയുമ്പോ പൈസ മനുഷ്യ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ മക്കയിൽ പോകാൻ പറയുന്നല്ലോ, പോയാൽ എന്ത് കിട്ടും പടച്ചവനെ? നീ കഅബയിൽ പോകണം, പരിശുദ്ധമായ കഅബയിൽ പോകണമെന്ന് നീ പറയുന്നല്ലോ, പോയാൽ എന്ത് കിട്ടും? 3 പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കത്ത് പോയാൽ കിട്ടുന്ന 3 പ്രതിഫലം: ഒന്ന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, ഉമ്മ പ്രസവിച്ചതുപോലെ ആക്കി കൊടുക്കും. 2 മക്കത്ത് പോയവർക്കൊക്കെ അറിയാം, എത്ര സുഖമില്ലാത്ത മനുഷ്യനും അവിടെ ചെന്നാ അവൻ ആരോഗ്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇവിടെ ഇങ്ങനെ ഞാനിപ്പോ ഏറ്റവും നല്ല ഉദാഹരണം, ഉംറയ്ക്കൊക്കെ പോകുന്നവർക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും രോഗം പിടിച്ചവനായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഉഷാറ് കളവന്മാരൊക്കെ ചാടി ഓടി നടക്കുന്ന കാണാം. ഞാനിപ്പോ ഈ പ്രാവശ്യം പോയപ്പോ ജബലിനൂറിന്റെ മുകളിൽ കയറാൻ വേണ്ടി പടച്ചനെ പർവ്വതത്തിന്റെ മുകളിൽ, ഖുർആൻ ഇറങ്ങിയ പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഒരുപാട് പ്രായമുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ഉമ്മാമ്മമാരൊക്കെ കയറി പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ആംബുലൻസ് വിളിച്ചിടണം, ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉസ്താദ് ഇല്ല, ഞങ്ങൾ കയറും. അള്ളാഹു പടച്ചനെ എല്ലാ എണ്ണം കയറി. ഞാനാണെങ്കിൽ ഏറ്റവും ചെറുപ്പം ഞാനാന്ന് തോന്നുന്നു. ഞാനിങ്ങനെ 3/4% എത്തിയപ്പോ ഒരു ഉമ്മാമ്മ മോളിൽ പോയിട്ട് ഇറങ്ങി വരിക. തിരൂര് കൂട്ടായിലുള്ളൊരു ഉമ്മയാ. അള്ളാഹു പടച്ചനെ ഇവരതിന്റെ മോളിൽ പോയിട്ട് ഇറങ്ങി വരുന്നത്. ഞാൻ 3/4 ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മ എന്താ നിങ്ങൾ തിരിച്ചു വരണേ? ഞാൻ കയറി ഉസ്താദ്, ഞാൻ കയറി. ഉസ്താദ് ഇവിടെ എത്തിയതേ ഉള്ളൂ. എന്തൊരണപ്പാണക്കണേ, എന്നോട് ചോദിക്കുക, എന്തൊരണപ്പാണക്കണത്? എന്തോ ഉസ്താദ്, ചെറുപ്പക്കാരല്ലേ നിങ്ങള്? അള്ളാഹു, ഈ ഉമ്മ പഴങ്കഞ്ഞി കുടിച്ചതിന്റെ ബലം കാണിച്ചിട്ട് വരിക, മോളിൽ കയറിയിട്ട് ഇറങ്ങി വരിക. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു കൊടുത്തു, അവിടെ ചെന്നാൽ ഏത് രോഗിക്കും അള്ളാഹു ആഫിയത്ത് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 അള്ളാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ കഅബാലയത്തിൽ പോകാൻ വേണ്ടി ചിലവഴിക്കുന്ന പൈസ നിനക്കൊരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുടക്കി എന്ന് പറഞ്ഞിട്ട് നീ ഇവനെ പേടിക്കണ്ട. അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോകാൻ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണ്ട. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതി അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം അള്ളാഹുവിനെ കണ്ടുമുട്ടലാകണം, പടച്ച റബ്ബിന്റെ ലിഖാ ആകണം. ഇലാ റബ്ബിഹാ നാദിറാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ പടച്ചവനെ സ്വർഗത്തിൽ വെച്ച് കണ്ടിട്ട്, അള്ളാഹുവിന്റെ ലിഖാ കണ്ടിട്ട് ചിരിക്കുന്ന മുഖത്തോടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണ്ട്. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നമ്മുടെ കണ്ണുകൊണ്ട് റബ്ബിനെ കാണണ്ടേ. അള്ളാനെ കാണാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും പടച്ച റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ടോ? എന്റെ പടച്ചല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആർക്കെങ്കിലും പടച്ചവനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ 2 കാര്യം ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താ അവൻ അല്ലാഹുവിന്റെ ലിഖാ കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അല്ലാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 1 ഖുർആൻ പറഞ്ഞു.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത മഹത്വ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നീ പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമിങ്ങളെ സഹായിച്ചാൽ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് നീ ഒരു പൈസ ഭക്ഷണം വാങ്ങിക്കൊടുത്ത നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലമാണ്. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവരെ സഹായിക്കുക. നിങ്ങൾ ചിന്തിക്ക്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നിസ്കാരം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നിസ്കാരം. അതിനേക്കാളും വേറൊരു കാര്യമില്ല. ആ നിസ്കരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പള്ളിയിലെ ഖത്തീബിനോടായി ഹദീസ് പറയണ്ടേ, പള്ളിയിലെ ഉസ്താദന്മാരോടായി ഹദീസ് പറയണ്ടേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുആദ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുമ്പോൾ വലിയ വലിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കത്തുള്ളൂ. ചില ഉസ്താദന്മാർ അങ്ങനെ വലിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കാറുള്ളൂ. മുആദ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുമ്പോൾ വലിയ സൂറത്ത് ഓതിയിട്ടാണ് നിസ്കരിക്കാറ്. എല്ലാവരും വന്നിട്ട് പരാതി പറഞ്ഞ്, നബിയെ പുറകിൽ നിന്ന് വല്ലാത്ത ബുദ്ധിമുട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബി വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ഫിത്നയും ഫസാദ് ഉണ്ടാക്കണം? നീ എന്തേ ഫിത്ന ഉണ്ടാക്കണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ നിസ്കരിക്കുന്ന സമയത്ത് നീ ചെറിയ സൂറത്തെ ഓതാവൂ. നിന്റെ പുറകിൽ നിൽക്കുന്നവരിൽ രോഗികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, പല പല ആവശ്യത്തിന് പോകേണ്ടവരുണ്ട്. അതുകൊണ്ട് നീ പെട്ടെന്ന് നിസ്കരിക്കണേ, നിന്റെ പുറകിൽ നിൽക്കുന്നവരെ നീ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിസ്കാരം. ആ നിസ്കരിക്കുന്ന സമയത്ത് പോലും പുറകെ നിൽക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വലിയ സൂറത്ത് ഓതിയിട്ട് ഇപ്പൊ ചോദിക്കുമല്ലോ, ഉസ്താദെ തറാവിയൊക്കെ കഴിഞ്ഞല്ലോ, റമദാനാണല്ലോ, തറാവിയൊക്കെ കഴിഞ്ഞു, അളിയ ഏത് പള്ളിയിലാടാ? അവിടെ വല്ലുഹ മുതലാ, അവിടെ വല്ലുഹ മുതലാ, ഓടാ. ഉസ്താദിന് വല്ലുഹ മാത്രമല്ല ഓതാൻ അറിയണേ. എന്തേ വല്ലുഹ മുതൽ താഴോട്ട് ഓടുന്നത്? ഉസ്താദിന് ബക്കറ ഓതാൻ അറിയാഞ്ഞിട്ടല്ല, ഏറ്റവും എളുപ്പം തീരുന്ന പള്ളിയിലാ നമ്മളൊക്കെ ഓടണേ, അല്ലേ? എന്റെ പൊന്നു മോനെ, പുറകിൽ നിൽക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാ. തന്റെ പുറകിൽ നിൽക്കുന്നവരിൽ രോഗികളുണ്ട്, പല പല ആവശ്യത്തിന് പോകേണ്ടവരുണ്ട്, പള്ളി കണ്ട് ചാടിക്കേറി നിസ്കാരം കഴിഞ്ഞിട്ട് പോകേണ്ടവരുണ്ട്. നീ ബുദ്ധിമുട്ടിക്കല്ലേ, ആ സമയത്ത് പോലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്ക്, എന്തെങ്കിലും ഒരു ഇബാദത്തിൽ, ഹജ്ജിന് പോയി ഉംറയ്ക്ക് പോയി ഒരു തെറ്റ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് പിടിച്ചു നമ്മളൊക്കെ. ഒരു മനുഷ്യൻ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പാവപ്പെട്ടവർക്ക് 2.75-3 കിലോ അരി വാങ്ങി കൊടുക്കാനാ പറഞ്ഞേ, പാവത്തിനെ സഹായിക്കുന്ന പറഞ്ഞേ. ഹജ്ജിന് പോയി ഒരു തെറ്റുപറ്റി, ഉംറയ്ക്ക് പോയി ഒരു തെറ്റുപറ്റി, എന്തേ ചെയ്യാൻ പറഞ്ഞത്? പാവങ്ങൾക്ക് നീ ഭക്ഷണം വാങ്ങി കൊടുക്ക്, നീ മൃഗത്തെ വാങ്ങിച്ച് അറുത്തു കൊടുക്ക്. എടാ, സത്യം ചെയ്തിട്ട് ലംഘിച്ചു, അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്തിട്ട് ലംഘിച്ചു, നിന്നോട് എന്തേ അല്ല പറഞ്ഞത്? 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള ഏറ്റവും എളുപ്പവഴി അത് തന്നെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബിക്ക് ഖലീലുല്ലാ എന്ന് പേരുണ്ട്. പേരിട്ടാനുള്ള കാരണം എന്താ? ഖലീലുല്ലാ എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താ? ഇബ്രാഹിം നബി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. എപ്പോ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവനെ കൂടെ ഇരുത്തിയിട്ട് കഴിക്കൂ. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം എടുത്തു വെച്ചു, ആരെയും കിട്ടിയില്ല കൂടെ ഇരുത്താൻ. ഒരു പാവപ്പെട്ടവനെ കിട്ടിയില്ല. വിളമ്പി വെച്ച ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ഇബ്രാഹിം നബി ഇറങ്ങി നടന്നു. അത്രയും മൈലുകളോളം, കിലോമീറ്ററുകളോളം നടന്നു ഒരു പാവപ്പെട്ടവനെ തേടിയിട്ട് ഒരു നേരം ആഹാരം കൊടുക്കാൻ. എത്രയോ കിലോമീറ്ററുകൾ നടന്നിട്ട് ആരെയും കിട്ടിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടാ വന്നത്, കരഞ്ഞുകൊണ്ടാ തിരിച്ചു വന്നേ. ആരെയും കിട്ടാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിനകത്തൊരാളിരിക്കുക. അല്ലാഹു ഇബ്രാഹിം നബി ചോദിച്ചു, നീ ആരാ? നീ ആരാ? എന്റെ അനുവാദം ഇല്ലാതെ നീ അതിനകത്ത് കയറിയല്ലോ, ആരാ നിനക്ക് അനുവാദം തന്നത്? അവിടെ നിന്ന് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, ഈ വീടിന്റെ യഥാർത്ഥ ഉടമ എന്നെയും നിങ്ങളെയും പടച്ച അല്ല എനിക്ക് കയറാൻ അനുവാദം തന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി ചോദിച്ചു, നീ ആരാ? ഞാൻ മലക്കാ നബിയെ. എന്തിനാ വന്നത്? അള്ളാഹു എന്നോട് പറഞ്ഞു, ഈ ലോകത്ത് അള്ളാഹുവിനൊരു ഖലീലുണ്ട്, ആ മനുഷ്യനോട് പറയാൻ വിട്ടതാ. അള്ളാഹുവിനൊരു ഖലീലുണ്ട്, ആ ഖലീലിനോട് പറയാൻ വേണ്ടി പടച്ച റബ്ബെന്നെ പറഞ്ഞു വിട്ടതാ. ഇബ്രാഹിം നബി ചോദിച്ചു, ആരാ മനുഷ്യൻ? ഒന്ന് പറഞ്ഞു തരുവോ? ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ ആ മനുഷ്യനുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഖലീലിന്റെ കൂടെ ഞാൻ ചിലവഴിക്കാൻ തയ്യാറാ. ആരെന്ന് ചോദിച്ചപ്പോ മലക്ക് പറഞ്ഞു കൊടുത്തു, നബിയെ, നിങ്ങളാ അള്ളാഹുവിന്റെ ഖലീല്, നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എപ്പോ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ കൂടെയുണ്ടാകും.
കിട്ടാതെ വന്നപ്പോ കിലോമീറ്ററുകൾ നടന്നിട്ട് കരഞ്ഞുകൊണ്ട് വന്നില്ലേ നബിയെ, അതുകൊണ്ടാണ് നിങ്ങളാണ് അതിന് യോഗ്യൻ, നിങ്ങളാണ് അള്ളാഹുവിന്റെ ഖലീൽ എന്ന് മലക്ക് പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു ഇബ്രാഹിം നബി. മഹാനായ മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോട് ഇപ്പം ഇല്ലാത്ത വിഷയങ്ങളൊക്കെ നടക്കുന്ന കാലവാ. മൃഗസ്നേഹികൾ കടന്ന് നെട്ടോട്ടോടുന്ന കാലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിക്ക് സഫിയുള്ള എന്ന ആദം നബിയുടെ പേരാ സഫിയുള്ള. മൂസാ നബിക്കും സഫിയുള്ള എന്നൊരു പേരുണ്ടായിരുന്നു. കാരണം എന്തേ? ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ആട് മേച്ചുകൊണ്ടിരുന്നപ്പോ ഒരു മുടന്തൻ ആട്ടുംകുട്ടി ഉണ്ടായിരുന്നത്രേ. നടക്കാൻ കഴിയാത്ത ഒരു മുടന്തുള്ള ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നത്രേ. ശുഐബ് നബിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഈ മുടന്തുള്ള ആട്ടിൻകുട്ടി ഒറ്റപ്പെട്ടു പോയി. പടച്ചവനെ, മൂസാ നബി വീട്ടിൽ പോയി നോക്കുമ്പോ ആട്ടിൻകുട്ടിയെ കാണുന്നില്ല. തെരഞ്ഞു നടക്കാ, കാലിന് മുടന്തുള്ള ആട്ടിൻകുട്ടിയെ തെരഞ്ഞു നടന്നു. അവസാനം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. കരയുന്ന ആട്ടിൻകുട്ടിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മഹാനായ മൂസാ നബി പറഞ്ഞു കൊടുത്തത്രേ, നീ കരയണ്ട, നിന്നെ അവിടെ എത്തിക്കാമെന്ന് മൂസാ നബി പറഞ്ഞു. ആ മൃഗത്തിനോട് സ്നേഹം കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു മൂസാ നബിയെ സഫിയുള്ള എന്ന് വിളിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു ആട്ടിൻകുട്ടിയോട്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൃഗങ്ങളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്ന മതം ഇസ്ലാം മതമല്ലാതെ വേറൊരു മതം ഈ ലോകത്തില്ല. തെളിയിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. എന്തേ? റസൂലുള്ള പറഞ്ഞു, അറക്കണ സമയത്ത് നീ അതിന് വെള്ളം കൊടുക്കണം, നീ കത്തിക്ക് മൂർച്ച കൂട്ടണം. മറ്റൊന്നിന്റെ മുന്നിലിട്ട് അറുക്കല്ലേ, അതിന്റെ മുന്നിൽ വെച്ച് നീ കത്തിക്ക് മൂർച്ച കൂട്ടരുത്. അവന്റെ കൈകാലുകൾ കെട്ടിക്കെട്ട് അറുക്കണേ, വേദന അറിയാതിരിക്കാൻ നീ ബിസ്മി പറഞ്ഞിട്ട് അറുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ മനുഷ്യന്മാരെ, ഇതിനേക്കാളും മൃഗങ്ങളോട് കരുണ കാണിക്കാൻ കൂടം വെച്ച് തല്ലുന്നവരായി ഇപ്പൊ ഇവിടെ വലന്ന് നടക്കണേ. കൂടം വെച്ചിട്ട തല്ലണ കോഴിയെ പിടിച്ച് കഴരിക്കണ മഹാന്മാരൊക്കെയാ ഇപ്പൊ സ്നേഹത്തിന്റെ കാര്യം പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ പോത്തിനെ നിരോധിച്ചോ, കാളയെ നിരോധിച്ചോ, പശുവിനെ നിരോധിച്ചോ, ഒന്നുമില്ല, മൊത്തവും നിരോധിക്കട്ടെ. ഒരു സന്തോഷമുള്ളൂ. എല്ലാത്തിനെയും നിരോധിക്കട്ടെ, എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നടക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാ, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇതിനൊന്നും പ്രതിഷേധിക്കാനോ ഇതിനൊന്നും പറയാനൊന്നും നമ്മൾ നടക്കണ്ട. എന്താ പറയാ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമടപ്പിക്കാൻ അള്ളാഹ്നറിയാം, അത് റബ്ബ് നോക്കിക്കോളും. അള്ളാഹു ഹലാലാക്കിയ കാര്യത്തെ നമ്മൾ നമ്മളൊക്കെ ഹറാമാക്കാൻ നിന്നാ മോളിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ മനുഷ്യന്മാരെയൊക്കെ മുസ്ലിമീങ്ങളൊക്കെ തല്ലിക്കൊല്ലുന്ന കാലം, മൃഗത്തിന്റെ പേരും പറഞ്ഞിട്ട്. എല്ലാരും ഒന്നുമില്ല, കുറച്ച് ഭ്രാന്തന്മാർ ഇങ്ങനെ അടക്കാം. ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് എന്തോ വരാൻ പോകുന്നുണ്ട്, എന്തോ വലിയൊരു അദാബ് വരാൻ പോകുന്നു. അതിന്റെ അടയാളമായി കാണിച്ചു കൂട്ടുന്നത്, വരുമ്പോ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇറങ്ങുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, പാവങ്ങളെ സഹായിക്കുക, യതീമിങ്ങളെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നിനക്ക് ദുനിയാവിൽ 6 പ്രതിഫലം, മരണത്തിന് ശേഷം 3 പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.